സർ നമസ്കാരം. നമസ്കാരം. ഭരണപക്ഷത്തെ ഏത് നിമിഷത്തെയും കടന്നാക്രമിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതിരിക്കുന്ന പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ആയുധം അല്ലെങ്കിൽ അവർ സ്വയം മൂർച്ച കൂട്ടിയെടുത്ത ആയുധം തന്നെയായിരുന്നു വിഴിഞ്ഞവും PM ശ്രീയും വീര്യം കുറഞ്ഞ മദ്യവുമല്ല. എന്നാൽ ഇതിനെയെല്ലാം കൃത്യമായ രീതിയിൽ കണക്കുകൂട്ടലോടുകൂടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രതിരോധിച്ചത്, തകർത്ത് കളഞ്ഞത്. അതിനുശേഷം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും VD സതീശനും തമ്മിൽ അവർ അവിശുദ്ധ ബന്ധമുണ്ടാക്കി. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് VD സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ബംഗളൂരുവിലേക്ക് പോയത് മംഗലാപുരത്തുള്ള അദാനി ഗ്രൂപ്പിൻ്റെ ആളുകളെ കാണുവാൻ വേണ്ടിയാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്താവിശേഷങ്ങളും പ്രതിരോധങ്ങളുമായാണ് പ്രതിപക്ഷം VD സതീശനെതിരെ തിരിഞ്ഞത്. എന്നാൽ ഇതിനെതിരെ ശക്തിയുക്തമായ നടപടി കൈക്കൊണ്ടിരിക്കുന്നു CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ. ഇത്തരം അഴിമതി ആരോപണങ്ങളൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുപോലെ തന്നെ ദിവ്യ എസ് അയ്യരെ തുറമുഖ MD സ്ഥാനത്ത് നിന്നും വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്നും മാറ്റിയതിലും വലിയ അപാകതകളുണ്ട്. അദാനി ഗ്രൂപ്പിൻ്റെ താല്പര്യപ്രകാരമാണ് VD സതീശൻ അങ്ങനെ ദിവ്യ എസ് അയ്യരെ മാറ്റിയത് എന്നുള്ള ആരോപണത്തെക്കുറിച്ചും EP ജയരാജൻ പ്രതികരിച്ചതേയില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് ഈ വിഷയത്തിൽ പറഞ്ഞത് സതീശൻ്റെ താല്പര്യപ്രകാരമാണ് ഇത്തരം ചില കാര്യങ്ങൾ തീരുമാനമെടുത്തത്, അത് അദാനിയുടെ നിർബന്ധപ്രകാരമാണ് എന്ന് പറഞ്ഞു. എന്നാൽ CPM-നകത്ത് തന്നെ പലരും രാഗേഷിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഈ വിഷയം മുഖ്യമന്ത്രി VD സതീശൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിന് എന്താണ് വിഴിഞ്ഞക്കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം, ദിവ്യ എസ് അയ്യരെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ എന്താണ് അപാകതയുള്ളത് എന്ന് ചോദിച്ചു. കൂടുതൽ എന്തെങ്കിലും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത് എന്ന് VD സതീശൻ പറഞ്ഞു. സാധാരണഗതിയിൽ VD സതീശൻ അത്രത്തോളമൊന്നും കടത്തി പറയാത്ത ഒരാളാണ്. വളരെ പക്വതയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുന്നൊരു ആൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി വരുന്ന ആളുകൾക്ക് മുഖമടച്ച് വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുമ്പോൾ തിരിച്ച് ആ പാർട്ടിക്ക്, അതായത് CPM-ന് കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനാവാതെ പോകുന്നത്? ഇന്നിപ്പോൾ KK ശൈലജയും ഈ ദിവ്യ എസ് അയ്യരെ മാറ്റിയ കാര്യത്തിൽ അത് വലിയൊരു വിവാദ വിഷയമായി എടുക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ CPM-നകത്ത് തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് തുറമുഖ വിഷയത്തിലും അതുപോലെ PM ശ്രീ പദ്ധതിയിലും വീര്യം കുറഞ്ഞ മദ്യത്തിലുമെല്ലാം തെറ്റുപറ്റിയിരിക്കുന്നു. അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? ഇവിടെ EP ജയരാജൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ KK രാഗേഷിന് മാത്രമല്ല പിണറായി വിജയൻ്റെ മുഖത്തുകൂടിയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ MV ഗോവിന്ദനെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കണ്ണൂരിലെ EP ജയരാജനും P ജയരാജനും MV ജയരാജനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, അതേപോലെ KK ശൈലജ അടക്കമുള്ള ആളുകൾ പിന്തുണച്ചുകൊണ്ടും ഒരു കോക്കസ് തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന P രാജീവും അതേപോലെ ബാലഗോപാലും സ്വരാജുമെല്ലാമാണ്. പാർട്ടി ഈ പിണറായി വിജയൻ്റെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയാൽ ആ പാർട്ടിയെ ഉണ്ടാവില്ല എന്നുള്ള നിലയിലേക്ക് കടക്കുകയാണ്. കൃത്യമായി പിണറായി വിജയൻ്റെയും അതേപോലെ KK രാഗേഷിൻ്റെയും എല്ലാ കഥകളും, KK രാഗേഷ് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിന്ന ആളാണ്. പിന്നീടാണ് P ശശിയെ കൊണ്ടുവന്നത്. അപ്പോൾ KK രാഗേഷിനെ പിന്നീട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി മാറ്റിയതും പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കണ്ണൂർ ജില്ല തൻ്റെ കൈവശം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് KK രാഗേഷിനെ അവിടെ നിയമിച്ചത്. അത് അവിടെയുള്ള CPM നേതാക്കന്മാർക്കൊന്നും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് MV ജയരാജനെ, EP ജയരാജനെ, P ജയരാജനെയും മറികടന്നാണ് KK രാഗേഷിനെ കൊണ്ടിട്ടത്. KK രാഗേഷിന് ആരും അംഗീകരിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ കണ്ണൂരിൽ നിന്ന് പിടിച്ചെടുത്തത്. മാത്രമല്ല കണ്ണൂരിലെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട എന്ന് പറയുന്ന പയ്യന്നൂർ പിടിച്ചെടുത്തു എന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. മാത്രമല്ല പിണറായി വിജയൻ 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു എന്നത് ഞെട്ടലോട് കൂടിയിട്ടാണ് അവിടെയുള്ള CPM-കാർ കാണുന്നത്. 50,000 ഭൂരിപക്ഷത്തിൽ നിന്ന് നേരെ പകുതിയിലേക്ക് പോകുന്നു. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ധർമ്മടത്ത് വെറും അതിൻ്റെ 18,000 19,000 വോട്ടിലേക്ക് മാറി. മാത്രമല്ല പയ്യന്നൂരിൽ 13,000 വോട്ടായി മാറി. 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടുന്ന് KK ശൈലജയെ മാറ്റി പേരാവൂർ കൊണ്ടിട്ട ജനങ്ങൾ അവിടെ തിരിച്ചടിച്ചു. മൊത്തത്തിൽ ജനങ്ങൾ ഒരു ചെറിയ തോതിലുള്ള തിരിച്ചടിയല്ല നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ
വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ഓരോ തവണയും വി ഡി സതീശൻ സ്കോർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയൻ്റെ വാല്യൂ ഓരോ ദിവസവും ഇടിഞ്ഞ് താഴേക്ക് വന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വി ഡി സതീശൻ 55% ആളുകൾ കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ്, ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയത്ത് പിണറായി വിജയൻ്റെ നിലവാരം താഴേക്ക് പതിച്ച് 13% കുറഞ്ഞിരിക്കുന്നത്. അവർ തമ്മിലുള്ള വ്യത്യാസം 42%. അതോടൊപ്പം തന്നെ നമ്മുടെ BJP-യുടെ നേതാവിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അദ്ദേഹം ഗുഡ് ഫോർ നത്തിങ് ആയിട്ട് ഈ 6% കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വി ഡി സതീശൻ ഓരോ ദിവസവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിന്നുള്ള പിന്തുണ, BJP നിന്നായാലും CPM നിന്നായാലും ഉള്ള പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നിഷ്പക്ഷരായ ആളുകളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് ചെറുപ്പക്കാരാണ്, അതേപോലെ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അധികം ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ വരുന്നത്. അത് വി ഡി സതീശൻ വെച്ചടി കയറുമ്പോൾ പിണറായി വിജയൻ താഴേക്ക് പതിക്കുന്നു. ആ പാർട്ടിക്കുള്ളിൽ അന്തഛിദ്രമുണ്ടായിട്ട് തമ്മലടിച്ച് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി ഡി സതീശൻ വളരെ കൃത്യമായിട്ടുള്ള ചില വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ അദാനി മട്ടന്നൂരിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുകയും പിണറായി വിജയനെ നേരിട്ട് വീട്ടിൽ വന്ന് കാണുകയും ചെയ്തത് എന്ത് കാര്യമാണ് അദ്ദേഹം അപ്പോൾ കൈമാറിയത്? അതിനുശേഷമല്ലേ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ അതുവരെ അത് സർക്കാരിന് അവകാശപ്പെട്ടതാന്ന് പറഞ്ഞ് അദാനി ഗ്രൂപ്പിന് കൈമാറുന്നത് വരെ എതിർത്ത ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞത്? നേരത്തെ 6000 കോടിയുടെ തട്ടിപ്പ് അവിടെ ലാൻഡ് മാഫിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് വിഴിഞ്ഞം പോർട്ടിനെതിരെ പ്രവർത്തിച്ച പിണറായി വിജയൻ പിന്നീട് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഓരോ കാര്യങ്ങളിൽ ചെല്ലുകയും പല പദ്ധതികളും പല കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആദ്യം ഷിപ്പ് വന്നപ്പോഴും വീണ്ടും ഷിപ്പ് വന്നപ്പോഴും മദർഷിപ്പ് വന്നപ്പോഴും ഒക്കെ തന്നെ പിണറായി വിജയൻ ഇത് ഗവൺമെൻറ്റിൻ്റെ വലിയ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചില്ലേ? ഇപ്പോൾ പിണറായി വിജയൻ എന്ത് പറ്റി? അദാനിയെ ഇതാക്കിക്കഴിഞ്ഞാൽ അദാനിയിൽ നിന്ന് കിട്ടേണ്ട ബാക്കി പൈസയും കൂടെ പിണറായി വിജയന് കിട്ടേണ്ടി വരും. അതിനുവേണ്ടി മാത്രമാണ് പിണറായി വിജയൻ ഈ കളി കളിക്കുന്നത്. KK രാഗേഷും വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ അദാനിയുമായിട്ട് ഉള്ള ഇടപാടുകളിൽ KK രാഗേഷിനും ചില പങ്കുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ. അതെന്താണെന്ന് കൃത്യമായി വി ഡി സതീശന് അറിയാം. അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കണ്ണൂരിലെ CPM അണികൾ KK രാഗേഷിനെ ഉടുതുണിയില്ലാതെ ഓട്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയും വലിയ അഴിമതികളാണ് KK രാഗേഷ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായ സൂചനയാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം പോർട്ട് ഇന്ന് CPM-കാരുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അതിൽ തന്നെ CPM ഒരു ഭാഗം ശക്തമായി വി ഡി സതീശനോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴൊരു ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ കേരളത്തിൽ 140 സീറ്റുകളിലും UDF വിജയിക്കാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നൊരു കാര്യമാണ്. 140 സീറ്റുകളിലും ഇപ്പോൾ വേണമെങ്കിൽ UDF-ന് വിജയം ഉണ്ടാക്കാം. 3-4 സീറ്റ് മാത്രമാണ് LDF-ന് കിട്ടാൻ സാധ്യത. BJP-ക്ക് ഒറ്റ സീറ്റും കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ കഴിഞ്ഞ ഭരണം വന്ന ശേഷം വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പോർട്ടിലടക്കമെടുത്ത തീരുമാനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു. CPM-ൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്നു. അത് പിണറായി വിജയനെ അടക്കം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തെറിപ്പിക്കാവുന്ന വിധത്തിൽ അവർ ശക്തി വയ്ക്കുന്നു. പിണറായി വിജയൻ്റെ ശക്തി ദുർബലമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാണാറില്ലേ, ചുഴലി കൊടുങ്കാറ്റ് വന്നാൽ ഇങ്ങനെ ഇറങ്ങി അവസാനം ദുർബലമായി ഒന്നിനും കൊള്ളാത്ത രൂപത്തിൽ പണങ്ങി പോകുന്നത്. ഇതേപോലെയാണ് പിണറായി വിജയൻ്റെ സ്ഥിതി. മുണ്ട് മടക്കി കുത്തി ഇപ്പോൾ ദുരന്തമുണ്ടായ സ്ഥലത്ത് വയനാട്ടിൽ അവിടെ പോയി മുണ്ട് മടക്കി കുത്തിക്കൊണ്ടൊന്നും കാര്യമില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 41 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ മാത്രം യാത്ര ചെയ്തിരുന്ന ഇരുമ്പുമറയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ മുണ്ട് മടക്കി കുത്തി ഇറങ്ങേണ്ട ഗതികേട് വന്നിരിക്കുന്നു. തനിക്ക് തൻ്റെ ഇമേജ് ഒന്ന് വർദ്ധിപ്പിക്കാൻ മുണ്ട് മടക്കി കുത്തണം എന്നുള്ള ഒരു നിലപാട് എത്തണമെങ്കിൽ എത്രമാത്രം അദ്ദേഹം അഹങ്കാരം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, താഴേക്ക് തലേന്ന് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ജനങ്ങൾ ആരും തന്നെ വിലവെക്കുന്നില്ല, സ്വന്തം പാർട്ടി നേതാക്കന്മാർ വിലവെക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി മുണ്ട് മടക്കി കുത്തിയപ്പോൾ അതൊരു വികൃത രൂപമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്.